നാട്ടിൽ വന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷമാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അശ്വിൻ്റെ വീട്ടിലോട്ട് കോഴിക്കോട്ടേക്ക് പോകുന്നതാണ്. നമ്മൾ ഇത്തവണ നാട്ടിലോട്ട് വരാനുള്ളൊരു മെയിൻ റീസൺ ഈ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് കൂടാനായിട്ടാണ് ഇന്നു ഇത്തവണത്തെ വെക്കേഷൻ. അങ്ങനെ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് നമ്മൾ ട്രെയിനിൽ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ട്രെയിനിൽ പതിവ് പോലെ ബെഡ്ഷീറ്റും തലോണയും പുതപ്പുമൊക്കെ കിട്ടി. ഇങ്ങനെ കവറിനകത്താക്കി പുതപ്പ് കൊടുക്കുന്ന ഒത്തിരി കാലമായോ എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഞാൻ കണ്ടു എന്ന് തോന്നുന്നു. കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ കോഴിക്കോട് ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി, എന്നിട്ട് അവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. ഇത്തവണ വന്നപ്പോൾ KSRTCയിലും ട്രെയിനിലും ബോട്ടിലും ഒക്കെ കയറിയിട്ടുണ്ട് ഇത്തവണ. അങ്ങനെ അശ്വിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട് നിന്ന് 2 മണിക്കൂറോളം ഉണ്ട്. അപ്പം ഞാൻ ബസ്സിനാണ് പോകുന്നത്. അശ്വിൻ അവിടെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കും. അങ്ങനെ അശ്വിൻ്റെ വീട്ടിലെത്തി കേട്ടോ. അധികം ക്ലിപ്പിങ്സ് ഒന്നും ഇല്ല. ഞാൻ നോക്കിയപ്പോഴത്തേനും കുറച്ച് ക്ലിപ്പിങ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം കല്യാണവും കൂടെ ഒക്കെ ആയതുകൊണ്ട്, കല്യാണത്തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ എൻ്റെ ഫോണിലൊക്കെയാണ് എടുത്തത്. അപ്പോൾ വീട്ടിലെ കുറച്ച് വിശേഷം കാര്യങ്ങളും TV കണ്ടതൊക്കെയാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാനും അശ്വിനും കൂടെ ഹാളിലോട്ട് പോയി. കല്യാണത്തിൻ്റെ ഡെക്കറേഷനൊക്കെ നടക്കുന്ന ഹാളിലോട്ട് പോയി എന്തായി കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട്. അവിടെ എല്ലാ കാര്യങ്ങളും നല്ല തകൃതിയായി നടക്കും. നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്റ്റേജാണ്. നാളെയാണ് കല്യാണം. കല്യാണച്ചക്കൻ എത്തുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അടിവാരത്ത്, അശ്വിൻ്റെ വീട് അടിവാരത്താണ്. അടിവാരത്തെ തട്ടുകടയിലോട്ടാണ്. അശ്വിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, തട്ടുകട, അടിവാരത്തെ തട്ടുകട 24 hours ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓംലെറ്റ് അടിക്കാൻ വേണ്ടി, നല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഓംലെറ്റ് അടിക്കാൻ വേണ്ടി അടിവാരം തട്ടുകടയിലോട്ട് പോയിട്ടോ. പണ്ട് അശ്വിൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിരിച്ച് കോളേജിലോട്ട് പോകുമ്പോൾ രാവിലെ 4 മണിക്കൊക്കെ ബസ് കാത്തു നിൽക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഓംലെറ്റൊക്കെ അടിച്ചിട്ടാണ് പോകുന്നതെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മ ഒരു പുതുക്കലായിട്ട് ഞങ്ങൾ നല്ല ചൂട് ഓംലെറ്റൊക്കെ അടിച്ച് ഇത്തവണത്തെ നാട്ടിൽ വന്നതിൽ ഒരു ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സാധനമായിരുന്നു അത്. അങ്ങനെ നമ്മൾ അടിവാരത്തു നിന്നൊക്കെ പോന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇതിന് വീട്ടിലും പന്തൽ പണിക്കാരൊക്കെ എത്തി പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡ് ഇട്ടു, ഇനി മറ്റേ സൈഡ് ഇടണം. ഇത് എന്നിട്ട് അടുത്ത ദിവസം രാവിലെ പന്തൽ പണിയെല്ലാം കഴിഞ്ഞു. വൈകുന്നേരം മധുരം വെപ്പ് വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റേജ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സ്റ്റേജാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ. അപ്പോൾ വീട്ടിലെ പന്തലെല്ലാം ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് എന്തൊക്കെയാണ് പന്തലിട്ടത്, എങ്ങനെയൊക്കെയാണ് ഇട്ടതെന്നൊക്കെ ഞങ്ങൾ നോക്കുകയായിരുന്നു. അശ്വിൻ പറയുന്നത് രാത്രിയാകുമ്പോൾ ഇവിടെ വോം ലൈറ്റ് ഇടും, ലൈറ്റ്സ് കണ്ടോ മുകളിലുണ്ട്, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ അതെല്ലാം നോക്കുകയായിരുന്നു. പിന്നെ കല്യാണച്ചക്കൻ എത്തുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് കല്യാണച്ചക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ അനിയൻ ആശിഷ് ഒരു 3 മണിയാകുമ്പോഴേ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഞങ്ങളൊരു ഉച്ച കഴിയുമ്പോഴത്തേനും നേരെ എയർപോർട്ടിലോട്ട് പോകും. പിക്ക് ചെയ്ത് തിരിച്ചു വരണം. ഇത് പിന്നെയും ചായ കുടിയും കടികളും ഒക്കെ കഴിക്കുന്നതാണ്. ഞങ്ങൾ ആശിഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. കോഴിക്കോട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് നല്ല കടികൾ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായയും അതും ഇതൊക്കെ മേടിച്ച് കഴിച്ചതിൻ്റെ വീഡിയോ ആണ്. ഇതെല്ലാം ഞാൻ പോർട്രേറ്റിലാട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ്സ്കേപ്പിലോട്ട് ആക്കിയപ്പോഴത്തേനും ഒരു മെനയില്ല. പിന്നെ ഞാൻ ഉള്ള ക്ലിപ്പിങ്സ് എല്ലാം കൂടി ഇട്ടിട്ട് ഞാനത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. കാരണം ഇതൊക്കെയാണല്ലോ ഓർമ്മ. പിന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു ഓർമ്മയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ആശിഷിനെയും പിക്ക് ചെയ്ത് വീട്ടിൽ വന്ന ഉടനെ തന്നെ മധുരം വെപ്പായിരുന്നേ. അതാ കുറച്ച് വീഡിയോസേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ മധുരം വെപ്പ് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് പോയി. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇത്രയേ ഉള്ളൂ. 2 ക്ലിപ്പെങ്ങാണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കല്യാണത്തിൻ്റെ അടുത്ത ദിവസമുള്ള വീഡിയോ ആണ്. രാവിലെ അശ്വിനും ആശിഷും കൂടെ, അവർക്കൊരു പെങ്ങളുണ്ട്, അഞ്ജലിയുടെ കൊച്ചാണത്. അപ്പോൾ കൊച്ചിൻ്റെ കൂടെ 2 പേരും കൂടെ കാർട്ടൂൺ കാണുകയാണ്. അങ്ങനെ വൈകുന്നേരമായി. കല്യാണം പള്ളിയിൽ വൈകുന്നേരമാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ റെഡിയാവുന്നതിന് മുന്നേ ആശിഷിനെ കല്യാണച്ചക്കനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയായി വന്നു. പള്ളിയിലോട്ട് ഇറങ്ങുന്നതിന് മുന്നുള്ള സ്തുതി കൊടുപ്പൊക്കെയാണ്. കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എൻ്റെ പപ്പയമ്മയാണ്. പിന്നെ അഞ്ജലിയും ടോമും പെങ്ങളും അളിയനും. അത് അങ്ങനെ കല്യാണച്ചക്കൻ്റെ വണ്ടി കയറി പള്ളിയിലോട്ട് പോകുന്നു. അപ്പോൾ കല്യാണച്ചക്കൻ്റെ വണ്ടി പോകുന്നു. അശ്വിനാണ് ഓടിക്കുന്നത്. എൻ്റെ പപ്പയമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പപ്പയുടെ അമ്മയുടെയും കൂടെ നമ്മുടെ കാറിലാണ് പള്ളിയിലോട്ട് പോകുന്നത്. എനിക്കും അഞ്ജലിക്കും സെയിം സാരിയാണ്, പക്ഷേ ഡിഫറെൻറ്റ് കളർ. എൻ്റെ ബ്ലൂ, അഞ്ജലിയുടെ റെഡ്. ആശിഷ് കൊണ്ടു തന്ന നല്ലൊരു സാരിയാണ്. നല്ല സുഖമായിരുന്നു ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ പള്ളിയിൽ നിന്ന്
ആശിഷിൻ്റെ പെണ്ണ് ഇറങ്ങി നല്ല സുന്ദരിയായിട്ട് നല്ല അടിപൊളി ഗൗണൊക്കെ ഇട്ട് വരുന്നുണ്ട്. അങ്ങനെ പള്ളിയിലെ കെട്ടെല്ലാം കഴിഞ്ഞ് ബ്രൈഡ് ഒന്ന് സാരി മാറാൻ മന്ത്രോടി മാറാൻ വേണ്ടി പോയ സമയത്ത് നമ്മളെല്ലാവരും ഹാളിലെത്തി. അപ്പോൾ നമ്മുടെ ഒരു കസിൻ കുഞ്ഞുമോളാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ അവളുടെ കൂടെ നേരത്തെ വന്ന് എല്ലാം ഒന്ന് നമ്മൾ മൈക്കൊക്കെ സെറ്റാണോ എന്ന് നോക്കി അമ്മയുടെ കൂടെ ഒരു ചെറിയൊരു വീഡിയോ അത്. അപ്പോഴത്തേനും ബ്രൈഡും ഗ്രൂമും ഹാളിലോട്ട് എത്തി. അപ്പോൾ ഇതാണ് കുഞ്ഞുമോളാണ് ആങ്കർ ചെയ്തത്. അപ്പോൾ ഇനി ഹാളിൽ നടന്ന ചടങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എൻ്റെ അധികം ഇല്ല, ഇങ്ങനെ 2-3 ക്ലിപ്പൊക്കെ ഉള്ളൂ. എന്തായാലും ഇതാണ് ആശിഷും ആഞ്ചലും. അങ്ങനെ അവർ കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ ചെറിയ വിശേഷം. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.